Welcome to Garam Masala, the magic spices of cooking. പഴംപൊരി. ഇന്ന് നമുക്ക് പഴംപൊരി തയ്യാറാക്കിയെടുക്കാം. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. 1.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര, 1-2 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം. പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ബാറ്ററിലെ മധുരം അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ പഴംപൊരി ഒന്ന് ക്രിസ്പി ആകണമെങ്കിൽ ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ആവശ്യാനുസരണം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നന്നായി ഇളക്കിയെടുക്കാം. നല്ല കട്ടിയുള്ള ഒരു ബാറ്ററാണ് നമുക്കിതിനു വേണ്ടി വേണ്ടത്. നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് 1-2 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വയ്ക്കാം. അടുത്തതായി നമുക്ക് 1 കിലോ നേന്ത്രപ്പഴമാണ് വേണ്ടത്. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണിത്. ഇതിനെ നമുക്ക് 1/2 ഇഞ്ച് തിക്നെസ് ഉള്ള പീസുകളാക്കി മുറിച്ചെടുക്കണം. ഇവിടെ ഞാൻ നീളമുള്ള പീസുകളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. വേണമെങ്കിൽ ഒരു പീസിനെ 2 ആക്കിയും മുറിച്ചെടുക്കാം. ഇനി ഇതിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കണം. ഓരോ പീസായി ബാറ്ററിൽ മുക്കിയെടുക്കുകയാണ് വേണ്ടത്. നമുക്കിനി എണ്ണ ചൂടാക്കിയെടുക്കാം. ഈ പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കുവാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ പഴമായി ബാറ്ററിൽ മുക്കിയതിന് ശേഷം ചൂടുള്ള എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതിനെ. പഴംപൊരി നല്ല ഗോൾഡൻ യെല്ലോയിഷ് കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. നമ്മുടെ പഴംപൊരി തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പഴംപൊരി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.